ഹലോ മങ്സ്, വെൽക്കം ടു ടോമങ്കി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റാർ ഗേസ് എന്ന് പറഞ്ഞൊരു ലോഞ്ച് പാഡിൽ എങ്ങനെയാണ് ഒരു എൻ എഫ് ടി വാങ്ങുക എന്ന്, അതിലേക്ക് എൻ എഫ് ടി വാങ്ങാനായിട്ട് ഫണ്ട് എങ്ങനെയാണ് കൊണ്ടുവരിക എന്നുള്ള സ്റ്റെപ്പാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാർ ഗേസ് ലോഞ്ച് പാഡിൽ നിങ്ങൾക്ക് എൻ എഫ് ടി വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഗ്യാസ് ഫീ ആയിട്ട് വേണ്ടത് സ്റ്റാർസ് എന്ന് പറഞ്ഞ ടോക്കണാണ് വേണ്ടത്. വളരെ ചെറിയ എമൗണ്ട് മതി. അത് ഞാൻ എല്ലാം കാട്ടും എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ഇന്ന് നമ്മൾ ഈ സ്റ്റാർ ഗേസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് ചെയിനുകളുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് വന്ന് ഓസ്മോസിസ്, അതുപോലെ ആറ്റം, ആറ്റം വൺ എന്ന് പറഞ്ഞ ഒരുപാട് ചെയിനുകളുണ്ട്. അപ്പോൾ ഈ ഓരോ ചെയിനുകളിലായിരിക്കും എന്ത് ചെയ്യുക, പല പല ചെയിനുകളായിരിക്കും ഈ ഓരോ മിൻറ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഓരോ മിൻറ്റുകൾക്കുള്ള ആ പർട്ടിക്കുലർ ടോക്കൺ നിങ്ങൾ എന്ത് വേണം, ആ ഒരു ചെയിനിലേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ ഇതിനായിട്ട് ഇപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പെങ്ക് 172 NFT ആണ്. അപ്പോൾ ഇത് ഈ ഒരു 3300 സപ്ലൈ മിൻറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മിൻറ്റിങ് കഴിയും. അപ്പോൾ അതോടുകൂടി പിന്നെ ഈ മിൻറ്റിങ് പിന്നെ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇത് മിൻറ്റ് ചെയ്യാം. ഏകദേശം ഒരു $10 ചിലവെന്നുണ്ടാവും ഈ ഒരു ടോക്കണ് നിങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പർട്ടിക്കുലർ ചെയിനിലായതുകൊണ്ട് ആറ്റോൺ എന്ന് പറയുന്നത് ആറ്റം 1 എന്ന് പറഞ്ഞ ചെയിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ടോക്കണാണ്. അപ്പോൾ ഓസ്മോസിൻ്റെ ഒരു സൈഡ് ചെയിനായിട്ട് ഒരു ഡാവോ ബേസ്ഡ് ആയിട്ടുള്ള ചെയിനാണ്. ഡാവോ ബേസ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ട് ഒരാളില്ല, ഒരു കമ്മ്യൂണിറ്റി ഓറിയൻറ്റഡ് ചെയിനാണ് ആറ്റം 1 എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ചെയിനിലാണ് എന്ത് വന്നിരിക്കുന്നത്, ഈ ഒരു പർട്ടിക്കുലർ NFT വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ടോക്കൺ നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് ഓസ്മോസിസ് എന്ന് പറഞ്ഞ ടോക്കണാണ് നമുക്ക് മേടിക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ഒരു സൈറ്റ് ഉണ്ട്, app.osmosis എന്ന് പറഞ്ഞൊരു .1 എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്. അതിന് മുന്നായിട്ട് നിങ്ങൾക്ക് EVM ചെയിനിൽ നിന്ന് ഓസ്മോസിസ് ചെയിനിലേക്ക് നിങ്ങൾക്ക് ഫണ്ട് ബ്രിഡ്ജ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ക്വിഡ് റൂട്ടർ എന്ന് പറഞ്ഞ സൈറ്റാണ്. അപ്പോൾ ഈ ബ്രിഡ്ജ് ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ഏത് ചെയിനാണ് നിങ്ങൾക്ക് ഫണ്ടുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ BNB ചെയിനിൽ ഫണ്ട് USDT ഉണ്ട്, അല്ലെങ്കിൽ ബേസിൽ USDT ഉണ്ട്, എവിടെയാണെന്നുണ്ടെങ്കിലും നിങ്ങളിവിടെ വാലറ്റ് കണക്ട് ആയതിനു ശേഷം അതിവിടെ കണക്ട് ചെയ്യുക. ഏത് ചെയിനാണെന്ന് ചൂസ് ചെയ്യുക, ചെയിൻ ചൂസ് ചെയ്യുക, ടോക്കൺ ചൂസ് ചെയ്യുക. രണ്ടാമത് നിങ്ങൾ ചൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കെപ്ലർ വാലറ്റാണ് വേണ്ടത്. അതായത് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ നിങ്ങൾക്ക് EVM ചെയിൻ അല്ലാതെ ഇത് വേറെ ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ വേറെ ചെയിനുകളാണ്. അപ്പോൾ ഈ പർട്ടിക്കുലർ ചെയിൻസ് ഏതിൽ കൊള്ളില്ല, EVMൽ നമുക്ക് കൊള്ളിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണം, കെപ്ലർ. നമുക്കറിയാം, മുന്നേ നമ്മൾ കെപ്ലർ വാലറ്റ് പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കെപ്ലർ വാലറ്റ്. അപ്പോൾ കെപ്ലർ വാലറ്റ് നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ സാധാ ചെയ്യുന്ന പോലെ സീഡ് ഫ്രൈസ് ഒക്കെ എടുത്ത് വെച്ചിട്ട് ഒരു വാലറ്റ് ഉണ്ടാക്കി വയ്ക്കുക. വേറെ ഒന്നും നിങ്ങളായിട്ട് ഇപ്പോൾ ചെയ്യേണ്ടതായിട്ട് വേറെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഞാൻ 2-3 ട്രാൻസാക്ഷൻസ് പറയാം. ഞാൻ ഈ പർട്ടിക്കുലർ NFT പഠിക്കുന്ന കാര്യം മാത്രമാണ് പറയുന്നത്. ഇനി നമുക്ക് ഫ്യൂച്ചറിൽ വേറെ എന്തെങ്കിലും ആവശ്യം വേണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യാം, നമുക്ക് ട്യൂൺ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓസ്മോസിസ് എന്ന് പറഞ്ഞ ചെയിനിൽ നിങ്ങൾക്ക് എന്ത് വേണം, ഓസ്മോ എന്ന് പറഞ്ഞ ടോക്കൺ വേണം. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഓസ്മോസിസ് ഇവിടെ ചൂസ് ചെയ്യുക. അതിനുശേഷം ഓസ്മോ എന്ന് പറഞ്ഞ സാധനം എന്ത് ചെയ്യുക, ഇവിടെയും ചൂസ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങളിവിടെ നിന്ന് എത്ര ടോക്കണാണ് അയക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഒരു $10 സാധനമാണ് അയക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ $10 ഓസ്മോസിസ് കൊണ്ട് അയക്കണം. ഓക്കെ, ഞാൻ ഈ പർട്ടിക്കുലർ സാധനം മിൻ്റ് ആക്കാനായിട്ട് ഏകദേശം ഒരു $11 എനിക്ക് കൊണ്ടുവരേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ $11 കൊണ്ടുവന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അതിനുള്ള ഓസ്മോസിസ് ആയിട്ട് ഇവിടെ സ്വാപ്പ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ബ്രിഡ്ജ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ബ്രിഡ്ജിങ് കഴിഞ്ഞു. ഇനി അടുത്ത് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാർസ് എന്ന് പറഞ്ഞ ടോക്കൺ. ഞാൻ പറഞ്ഞു നമുക്കിവിടെ ലോഞ്ച് പാഡ് സ്റ്റാർ ഗേസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമാണ്. സ്റ്റാർ എന്ന് പറഞ്ഞൊരു ചെയിൻ്റെ പർട്ടിക്കുലർ പ്ലാറ്റ്ഫോമാണ് ലോഞ്ച് പാഡ് സ്റ്റാർ ഗേസ് .1 വന്നത്. അപ്പോൾ ഇതിൽ എന്ത് ട്രാൻസാക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, സ്റ്റാർസ് വേണം. അപ്പോൾ ആ സ്റ്റാർസ് കിട്ടാനായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇതുപോലെ തന്നെ ഇവിടെ വരിക. അതിനുശേഷം ഒരു ചെറിയ എമൗണ്ട് മതി, കാരണം സ്റ്റാർസിന് ഭയങ്കര വില കുറവാണ്. ഒരു 0.2 0.2 USDTക്കുള്ള വാല്യൂ മാത്രം മതി. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ താഴെ സ്റ്റാർ ഗേസും സെർച്ച് ചെയ്യുക, സ്റ്റാർ ഗേസ്. എന്നിട്ട് അതിൽ ടോക്കണായ സ്റ്റാർസ് ചൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ സ്റ്റാർസ് ചൂസ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ കാണാം 0.2 കൊടുത്തെങ്കിൽ 191 ടോക്കൺ കിട്ടും. ഇതിന് അത്യാവശ്യം ആവശ്യം പോലെ ഉണ്ട്. അപ്പോൾ ആ ടോക്കൺ ചൂസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങളുടെ ഗീവ് പെർമിഷൻ ടു യൂസ് ടോക്കൺ അടിച്ചിട്ട് ശേഷം എന്ത് ചെയ്യുക, നിങ്ങളുടെ ബാക്കി അപ്രൂവ് ചെയ്ത് ഇതിനെ കൺവേർട്ട് ചെയ്ത് അല്ലെങ്കിൽ ബ്രിഡ്ജ് ചെയ്ത് ഈ ഒരു ടോക്കണാക്കി പർട്ടിക്കുലർ ടോക്കണാക്കി മാറ്റുക. ഓക്കെ, അതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഏത് ടോക്കണൊക്കെ ഉണ്ട്, നമ്മുടെ കയ്യിൽ ഓസ്മോസിസ് ടോക്കൺ ഉണ്ട്. ഞാൻ ആ ടോക്കണിൻ്റെ യൂസ് എന്താണെന്ന് പറയാം. ഓസ്മോസിസ് ടോക്കൺ ഉണ്ട്, പിന്നെ നമ്മുടെ കയ്യിലുണ്ട് സ്റ്റാർ കേസിലെ സ്റ്റാർ സോൺ ടോക്കൺ ഉണ്ട്, നമുക്ക് ഗ്യാസ് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഓസ്മോസിസ് ടോക്കൺ നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് അതിനെ ആറ്റം എന്ന് പറഞ്ഞ ടോക്കണായിട്ട് മാറ്റണം. അപ്പോൾ ഈ ഓസ്മോസിസിൻ്റെ ഒരു സ്വാപ്പിംഗ് സൈറ്റ് ഉണ്ട്, app.osmosis.1 ഉണ്ട്. ഇവിടെ വാലറ്റ് കണക്ട് ആക്കുക. ഏത് വാലറ്റ്, കെപ്ലർ വാലറ്റ്. കാരണം നമ്മൾ EVM വാലറ്റിലുള്ള ഫണ്ടിന്, അപ്പോൾ നമ്മൾ ആകെ EVM വാലറ്റ് എവിടെ മാത്രം കണക്ട് ചെയ്തുള്ളൂ, സ്ക്വിഡ് റൂട്ടറിൽ മാത്രമാണ് നമ്മൾ കണക്ട് ചെയ്തുള്ളൂ. അവിടെ ഇരിക്കുന്ന ഫണ്ടിനെ നമ്മൾ എന്ത് ചെയ്തു, കെപ്ലർ വാലറ്റിലെ ഡെസ്റ്റിനേഷനിലേക്ക് എന്ത് ചെയ്തു, നമ്മൾ സ്വാപ്പ് ചെയ്തു, അല്ലെങ്കിൽ ബ്രിഡ്ജ് ചെയ്തു. അത് വലിയൊരു കുറേ സ്റ്റെപ്പുകളാണ് കണ്ടിട്ട്, കുറേ റൂട്ടുകളുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കാൻ നിൽക്കണ്ട. അപ്പോൾ ആ റൂട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മളിവിടെ ആ 2 ചെയിനിലുള്ള ടോക്കൺ നമ്മൾ സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം,
നമ്മൾ ഓസ്മോസിസ് ആയിട്ട് വേണം. അവിടെ നമ്മൾ വാലറ്റ് കണക്ട് ചെയ്യണം, കെപ്ലർ വാലറ്റ് കണക്ട് ചെയ്യുക, ട്രേഡ് ചൂസ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യണം, ഇവിടെ ഓസ്മോസിസിലെ ഓസ്മോ എന്ന് പറഞ്ഞ ടോക്കണാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചൂസ് ചെയ്യേണ്ടത്. അത് ചൂസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, താഴെ നമ്മളൊരു ടോക്കൺ ചൂസ് ചെയ്യണം. ഏത് ടോക്കൺ? ആറ്റോൺ എന്ന് പറഞ്ഞ ടോക്കൺ ചൂസ് ചെയ്യുക. അപ്പോൾ ആ ടോക്കണല്ലേ നമുക്ക് ഇവിടെ വേണ്ടത്, എവിടെ നമുക്ക് ലോഞ്ച് പാഡിൽ വേണ്ടത് ആറ്റോൺ എന്ന് പറഞ്ഞ ടോക്കണാണ് വേണ്ടത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ഓസ്മോസിസിൽ നമുക്കൊരു വർത്തായ ടോക്കൺ ഇപ്പോൾ ഒരു 100 ഓസ്മോസിസ് അടിച്ച് കഴിഞ്ഞാൽ ഏകദേശം 74 കിട്ടും. അപ്പോൾ 14 ഉണ്ട്. അപ്പോൾ നമുക്ക് എത്ര വേണ്ടി, നമുക്കൊരു 80 മതിയെന്ന് തോന്നുന്നു. 80 വേണ്ട, ഒരു 60 കൊടുത്ത് നമുക്ക് നോക്കാം. ഓക്കെ, 44. നമുക്കിവിടെ 40 ടോക്കണാണ് എന്ത് വേണ്ടത്, ഇത് മിൻറ്റ് ചെയ്യാനായിട്ട് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 60 കൊടുത്തിട്ട് ഞാൻ 44 കിട്ടുന്നുണ്ട്. അപ്പോൾ $10 വർത്തായിട്ടുള്ളൊരു ടോക്കൺ എന്ത് ചെയ്തു, ഞാനിവിടെ സ്വാപ്പ് ചെയ്ത് ആറ്റോൺ എന്ന് പറഞ്ഞ നെറ്റ്വർക്കിൽ ആറ്റോൺ ടോക്കണാക്കി മാറ്റി. ഈ ആറ്റോൺ ടോക്കൺ ഇപ്പോൾ എവിടെ കിടക്കുന്നത്, ഓസ്മോസിസിൻ്റെ ചെയിനിലാണ് എന്ത് കിടക്കുന്നത്, ആറ്റോൺ ടോക്കൺ കിടക്കുന്നത് അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ആറ്റോൺ ടോക്കണെ ആറ്റോൺ നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവരണം അല്ലേ. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ അസറ്റ് എന്ന് പറഞ്ഞ ടാബിലേക്ക് വരിക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടെ വന്നതിന് ശേഷം ആറ്റോൺ എന്ന് സെർച്ച് ചെയ്യുക. ഞാനിവിടെ സ്വാപ്പ് ചെയ്തെടുത്ത കോയിൻ അല്ലേ. അപ്പോൾ ആ ടോക്കൺ ഞാൻ എന്ത് ചെയ്തു, ചൂസ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യുക, ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ആറ്റോൺ ടോക്കൺ ഇവിടെ ഉള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര ഫണ്ട് ഉണ്ടെന്നുള്ളത്. അതിനുശേഷം താഴേക്ക് വന്നതിന് ശേഷം ഇവിടെ വിഡ്രോ എന്ന് പറഞ്ഞ ബട്ടൺ കാണാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ ആറ്റോൺ ടോക്കൺ ഉണ്ടെന്നുണ്ടെങ്കിൽ വിഡ്രോ എന്ന ബട്ടൺ കാണാൻ പറ്റും. ആ വിഡ്രോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ടോക്കണിനെ മൊത്തം അവിടെ കാണാൻ പറ്റും. നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ആറ്റോൺ നെറ്റ്വർക്കിലേക്ക് നിങ്ങൾ വിഡ്രോ ചെയ്യണമെന്ന് അവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആറ്റോൺ നെറ്റ്വർക്കിലേക്ക് എന്ത് ചെയ്യുക, അത് വിഡ്രോ ചെയ്യുക. അപ്പോൾ എന്ത് പറ്റി, നിങ്ങളുടെ ഓസ്മോസിസിൽ ഉണ്ടാകുന്ന ടോക്കണെ ആറ്റോൺ നെറ്റ്വർക്കിലേക്ക് അത് ബ്രിഡ്ജ് ചെയ്ത് അല്ലെങ്കിൽ അത് മാറ്റി കഴിഞ്ഞു. ഓക്കെ, ഈ ഓസ്മോസിസിലല്ല നടക്കുന്നത്, ആറ്റോൺ നെറ്റ്വർക്കിൽ ആറ്റോൺ ടോക്കണാണ് നടക്കുന്നത്. ഇനി ആറ്റോൺ നെറ്റ്വർക്കിൽ നിങ്ങൾക്കൊരു ഗ്യാസ് ഫീ ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് ബേസ് എത്തിലാണെന്നുണ്ടെങ്കിൽ ബേസ് എത്തിയിരിക്കും വേണം നമുക്ക് എന്ത് ചെയ്യുക, ഗ്യാസ് ഫീ ആയിട്ട് പോവുക. അല്ലാന്നുണ്ടെങ്കിൽ എതിരും ചെയ്യണമെങ്കിൽ എതിരും ചെയ്യാം, സോളാന ചെയ്യണമെങ്കിൽ സോളാന. ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ പർട്ടിക്കുലർ ടോക്കണാണ് എന്ത് ചെയ്യുക, ഗ്യാസ് ഫീ ആയിട്ട് നമുക്ക് പോകുന്നതായിട്ട് കാണാറ് അല്ലേ. അപ്പോൾ ഇവിടെ യൂഷ്വലി എന്താണ് പറയുക, ആറ്റോൺ വണ്ണിലും ഏതായിരിക്കും ഗ്യാസ് ഫീ ആയിട്ട് പോകേണ്ടത്, ആറ്റോൺ എന്ന് പറഞ്ഞ ടോക്കണാണ് പോകേണ്ടത്. പക്ഷേ ആറ്റോൺ വണ്ണിൽ നമുക്ക് ഗ്യാസ് ഫീ ആയിട്ട് കൊടുക്കേണ്ടത് എന്തല്ല, ആറ്റോൺ അല്ല, പകരം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 2 സ്റ്റെപ്പ് കാണാൻ പറ്റും. ഒന്ന് ഡെപ്പോസിറ്റ് ആറ്റോണും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിൻറ്റ് NFT എന്ന് പറഞ്ഞ 2 സ്റ്റെപ്പാണ് ഇവിടെ കാണാൻ പറ്റുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ഡെപ്പോസിറ്റ് ആറ്റോൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എന്തുണ്ടാവും, ഇപ്പോൾ ഇവിടെ നിന്ന് ഓസ്മോസിൽ നിന്ന് ആറ്റോൺ നെറ്റ്വർക്കിലേക്ക് വിഡ്രോ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, ഇവിടെ ആറ്റോൺ നെറ്റ്വർക്കിൽ ഈ ടോക്കൺ ഇവിടെ പർട്ടിക്കുലർ ടോക്കൺ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 3 കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് സ്റ്റാർ ഗേസ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ട്രാൻസാക്ഷൻ ഫീ ആയിട്ട് ചോദിക്കുന്നത് ഫോട്ടോൺ എന്ന് പറഞ്ഞ ടോക്കണാണ്. അപ്പോൾ നമുക്ക് എന്ത് വേണം, ഫോട്ടോൺ എന്ന് പറഞ്ഞ ടോക്കണായിട്ട് നമുക്ക് കിട്ടേണ്ടത് ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു സൈറ്റ് ഉണ്ട്, spectra.io എന്ന സൈറ്റ്, ആറ്റോൺ സൈറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ വന്ന ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ഈ ഫോട്ടോൺ ടോക്കണെ മിൻറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യണം, ആകെ ഒരു ചെറിയ എമൗണ്ട് മതി. നമുക്ക് ഇപ്പോൾ ഒരു 0.3 അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ഫോട്ടോ കിട്ടും. നമുക്ക് ആകെ 0. എത്ര വരുന്നത്, 0.007 ഒക്കെയാണ് ഗ്യാസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ചെറിയൊരു ടോക്കൺ മാത്രം മതി. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ കയ്യിലുള്ള ആറ്റോൺ ടോക്കണെ മിൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഫോട്ടോ ടോക്കൺ ആക്കി മാറ്റണം. അപ്പോൾ ഒരു ചെറിയ എമൗണ്ട് നിങ്ങൾ അടിച്ചു കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, മിൻറ്റ് ഫോട്ടോ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് വരും, ആറ്റോൺ നെറ്റ്വർക്കിൽ എന്ത് സംഭവിക്കും, നിങ്ങൾക്ക് മിൻറ്റ് ഈ ഫോട്ടോൺ എന്ന് പറഞ്ഞ കോയിന് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്തു, ആറ്റോൺ നെറ്റ്വർക്കിൽ ഫോട്ടോൺ എന്ന് പറഞ്ഞ കോയിന് കിട്ടി. ഓക്കെ, ഇനി അടുത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരിക, ഡെപ്പോസിറ്റ് ആറ്റോൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ കയ്യിലുള്ള എത്ര ടോക്കൺ വേണം, ഒരു 41 അടിച്ചു കൊടുത്തോ. നിങ്ങൾക്ക് 42, അതിന് മേലാണെങ്കിൽ എത്ര അടിച്ചു, നമുക്ക് 40 മതി. ഞാനിവിടെ 41 അടിച്ചു കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യാം, ഗ്യാസ് ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഡെപ്പോസിറ്റ് സ്റ്റാർ ഗേസ് നിൽക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, അതിവിടെ അപ്രൂവ് ചെയ്യുക. അപ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും, നിങ്ങളുടെ ആറ്റോൺ നെറ്റ്വർക്കിൽ ഇതിൽ ഈ ഒരു സ്റ്റാർ ഗേസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൻ്റെ ഉള്ളിലേക്ക് ആറ്റോൺ എന്ന് പറഞ്ഞ ടോക്കൺ എന്ത് ചെയ്തു, നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തു. ഇനി എന്താണ് ചെയ്യേണ്ടത്, ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ആ ഒരു ആറ്റോൺ നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ട് മിൻറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ മിൻറ്റ് ഈ NFT എന്ന് പറഞ്ഞ ബട്ടൺ വരും. അത് കുറച്ച് നേരമൊക്കെ പിടിക്കും കേട്ടോ. ഒന്ന് റീഫ്രഷ് ഒക്കെ ചെയ്ത് നോക്കുക. കുറച്ച് നേരം കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യും, ഇവിടെ മിൻറ്റ് എന്ന് പറഞ്ഞ ബട്ടനായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ മിൻറ്റ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ഫീ ആയിട്ട് കൊടുക്കേണ്ടത് ഏതായിരിക്കും, നമ്മളിവിടെ ഫസ്റ്റ് ഇവിടെ സ്വാപ്പ് ചെയ്തെടുത്തില്ലേ, സ്റ്റാർസ് എന്ന് പറഞ്ഞിട്ട് സാധനം സ്വാപ്പ് ചെയ്തെടുത്തില്ലേ, ഈ സ്റ്റാർസ് എന്ന് പറഞ്ഞ സാധനമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമുക്കിവിടെ ഗ്യാസ് ഫീ ആയിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെയല്ല എടുത്ത്, ഇവിടെയാണ് എടുത്തത്. സ്റ്റാർ ഗേസിൽ സ്റ്റാർസ് എന്ന് ടോക്കൺ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഓസ്മോസിസ് അല്ലാണ്ട് ചെയ്യേണ്ടത്. ഓസ്മോസിൽ ഇവിടെ നമ്മൾ സ്വാപ്പ് ചെയ്യുന്നത് പറ്റും, ഓസ്മോസിൻ്റെ ചെയിനിലാണ് നമുക്ക് സ്റ്റാർസ് കിട്ടുക. പക്ഷെ നമുക്ക് അവിടെയാണ് വേണ്ടത്, അല്ല, സ്റ്റാർ ഗേസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ സ്റ്റാർസ് ടോക്കണാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് സ്വാപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ.
ഇത് മിൻറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ മിൻറ്റ് NFT കൊടുക്കുമ്പോൾ ട്രാൻസാക്ഷൻ ഫീ ആയിട്ട് ചോദിക്കുന്നത് സ്റ്റാർസ് എന്ന് പറഞ്ഞ ടോക്കൺ ആയിരിക്കും. അങ്ങനെ മിൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു പ്രൊഫൈലിൽ നിങ്ങൾക്ക് ഈ ഒരു NFT കിട്ടും. അപ്പോൾ ഇതിൻ്റെ റയറിറ്റി ഒക്കെ ഇപ്പോൾ 46% കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ റയറിറ്റി ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങളുടെ പ്രൊഫൈൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ റയറിറ്റി എനിക്ക് ഇവിടെ കിട്ടിയത് 1328 എന്ന് പറഞ്ഞ റയറിറ്റി ആണ്. അപ്പോൾ തന്നെ എനിക്ക് വിസിബിൾ ആവുന്നുണ്ട്. അത്ര വലിയ റയറിറ്റി ഒന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യമാണെങ്കിൽ എന്ത് കിട്ടും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിലപ്പോൾ ഒരു കുറഞ്ഞ റയറിറ്റോ അല്ലെങ്കിൽ കൂടിയ റയറിറ്റോ ഒക്കെ അനുസരിച്ച് കിട്ടും. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ 8 ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് സെല്ല് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത്രയും ദിവസമായിട്ട് എന്ത് ചെയ്യും, ഇത് ലോക്കഡ് ആയിരിക്കും, നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സിയോൺ മാർക്കറ്റ് പ്ലേസ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറ്റും, ഈ ടോക്കൺ ചിലപ്പോൾ കാണാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ NFT കാണാനായിട്ട് പറ്റില്ല. നിങ്ങളുടെ പ്രൊഫൈലിൽ കാണാൻ പറ്റും, പക്ഷേ അത് ലിസ്റ്റ് ചെയ്യാനും വേണ്ടി ഇപ്പോൾ പറ്റില്ല. അപ്പോൾ 8 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇത് വേണമെങ്കിൽ ട്രേഡ് ചെയ്യാം. അപ്പോൾ ഒരു ഉറപ്പുമില്ല. ഇപ്പോൾ നിങ്ങൾ $10 ചിലവഴിച്ചിട്ട് ഈ $10 തന്നെ റിട്ടേൺ കിട്ടുന്ന ഉറപ്പൊന്നുമില്ല. ഇനി ചിലപ്പോൾ $10 ചിലവഴിച്ചിട്ട് ഈ ഗെറ്റ ബുക്ക് എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഈ ഒരു NFT ഉണ്ടാക്കിയെന്ന് പറയുന്നത്, ഗെറ്റ ഹബിൻ്റെ ഇത്. അപ്പോൾ ഇവരുടെ ഇതിലും വലിയ ഹൈപ്പൊന്നും ഇല്ലാത്തൊരു പേജാണിത്. അപ്പോൾ ഇത് ഒരുപാട് പ്രതീക്ഷ വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു $10 ഇട്ടിട്ട് എനിക്കൊരു $500 കിട്ടും അല്ലെങ്കിൽ $1000 കിട്ടുന്നൊന്നും ഞാൻ പ്രതീക്ഷ പറയുന്നില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യണം അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ, വേണമെങ്കിൽ $10 കൊടുത്തിട്ട് ഈ ഒരു ടോക്കൺ വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു NFT വേണമെങ്കിൽ മിൻറ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ മിൻറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കഴിഞ്ഞിട്ട് 8 ദിവസം കഴിഞ്ഞ് നിങ്ങൾക്കത് സെല്ല് ചെയ്ത് തുടങ്ങാം. പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് അറിയില്ല, അതായത് നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ ചെയ്യാൻ അറിയില്ല, എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത്. ഇപ്പോൾ ഇത് കഴിഞ്ഞു, ഇനി ഇതിൽ ചിലപ്പോൾ ഇതുപോലെ വേറെ NFTs ഒക്കെ നിങ്ങൾ ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ തെറ്റായിട്ടുള്ള ട്രാൻസാക്ഷൻ ഒന്നും ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക, ഞാനത് ക്ലിയർ ചെയ്ത് തരാം. ഏത് റൂട്ടിൽ നിന്ന് ഏത് റൂട്ടിലേക്കാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത്. കാരണം വെറുതെ ഫണ്ട് കളയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം നിങ്ങളൊരു ഒരു ചെറിയ ഫണ്ട് അങ്ങനെ തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും റൂട്ടിലോട്ട് നിങ്ങളുടെ ഫണ്ട് പോവും. പിന്നീട് ചിലപ്പോൾ അവിടെ നിന്ന് ചിലപ്പോൾ തിരിച്ചെത്താനുള്ള ചിലപ്പോൾ ഒരു റൂട്ട് പോലും ഉണ്ടാവില്ല. അതായത് ബ്രിഡ്ജ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ നമ്മൾ സപ്പോസ് വിചാരിക്കുന്നത് ബേസത്തിൽ നിന്ന് നിങ്ങൾക്ക് ആർബിറ്റർ മെത്തിലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ബ്രിഡ്ജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൂട്ട് ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. പക്ഷേ ചിലപ്പോൾ ബേസത്തിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾ സ്റ്റാർ കേസിലോട്ട് ചിലപ്പോൾ നിങ്ങൾ ബ്രിഡ്ജ് ചെയ്തിട്ടു. ഇനി ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കണം അയ്യോ തെറ്റിപ്പോയി, ഇനി എന്താണ് നിങ്ങൾക്ക് സ്റ്റാർ കേസിൽ നിന്ന് ഓസ്മോസിൽ ചിലപ്പോൾ തിരിച്ച് ബ്രിഡ്ജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തുണ്ടാവില്ല, റൂട്ട് ഉണ്ടാവില്ല. നിങ്ങൾ വിചാരിക്കുന്ന എല്ലാ തരത്തിലും എല്ലാ ചെയിനിൽ നിന്നും എല്ലാ ചെയിനിലേക്ക് ചിലപ്പോൾ എന്തുണ്ടാവില്ല, റൂട്ടുകൾ അവൈലബിൾ ആയിരിക്കില്ല എന്നർത്ഥം. ഓക്കെ, അപ്പോൾ നിങ്ങൾ തെറ്റ് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ചാൻസ് ഉണ്ട്. വീഡിയോ ഒന്നുകൂടി വീണ്ടും കാണുക. ഡൗട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഞാൻ സ്പീഡായി പറയുന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കോംപ്ലക്സ് ആണ്. കാരണം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഡയറക്റ്റായിട്ട് ചെയ്യുന്ന വെറുതെ ഒന്ന് സ്വാപ്പ് ചെയ്ത് ബ്രിഡ്ജ് ചെയ്യുന്ന പരിപാടിയില്ല. ചെറുതായിട്ട് കോംപ്ലക്സ് ആണ്. ഞാൻ തന്നെ കുറേ നേരം എടുത്ത് റിസർച്ച് ചെയ്തിട്ടാണ് സംഭവം കിട്ടിയത്. ആരും ഇതിനെക്കുറിച്ച് വീഡിയോ ഒന്നിട്ടുള്ളല്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യം വളരെ പ്രത്യേകിച്ച് ചെയ്യും. നിങ്ങളുടെ കയ്യിലുള്ള റിയൽ മണി ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യണമെന്നും റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ ചോദിക്കുക, ഇതിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അതുപോലെ തന്നെ സ്റ്റാർ കേസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ പർട്ടിക്കുലർ നെയിം നിങ്ങൾക്ക് മിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ചിലർ കണ്ടുണ്ടാവും vitalik.eth, വിറ്റാലിക് ട്വിറ്ററിൻ്റെ എക്സിലെ പ്ലാറ്റ്ഫോമിലൊക്കെ നെയിം അതാണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കി നോക്കാം. വിറ്റാലിക് എൻ്റെ അവസാനം കണ്ടില്ലേ, vitalik.eth നടക്കണല്ലേ, എതീരത്തിൻ്റെ ഫൗണ്ടറാണിത്. അപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ നെയിം എങ്ങനെ വെച്ചാൽ ഇത് മിൻറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ സ്റ്റാർ പ്ലാറ്റ്ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പേര് മിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ മങ്കി എന്നടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 100 സ്റ്റാർസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് അവൈലബിൾ അല്ല. മങ്കിക്ക് അടിച്ച് കഴിഞ്ഞാൽ മങ്കി കെ ഡോട്ട് സ്റ്റാർസ്, മങ്കി കെ കോസ്മോസ്, മങ്കി കോസ്മോ DYDX എന്ന് പറഞ്ഞാൽ മിൻറ്റിനോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100 സ്റ്റാർസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ പേര് ഈ ഒരു പർട്ടിക്കുലർ ചെയിനിൽ മിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എവിടെ വേണമെങ്കിലും അത് യൂസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഇതാണ് സ്റ്റാർ ഗേസിൻ്റെ വേണമെങ്കിൽ സ്റ്റാർ ഗേസ് എന്ന് പറഞ്ഞൊരു ചെയിൻ വേണമെങ്കിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്തോ, ഒരുപാട് ഇതുണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷേ മറ്റുള്ള EVM ചെയിൻ പോലെ അത്ര പോപ്പുലർ അല്ല. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ റിസർച്ച് ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ നല്ല രീതിയിൽ റിസർച്ചിന് ശേഷം മാത്രം നിങ്ങളുടെ ഫണ്ട് എടുക്കുക. ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തു, നിങ്ങൾക്ക് അതിൽ വെച്ച് ഓടി ചെന്ന് ഫണ്ട് ഇറക്കാം എന്നുള്ള താല്പര്യത്തോടു കൂടി ഒരിക്കലും ചെയ്യാതിരിക്കുക. കാരണം ചിലപ്പോൾ നിങ്ങൾ മിൻറ്റ് ചെയ്ത പ്രൈസിനേക്കാളും താഴേക്ക് ഫ്ലോർ പ്രൈസ് വരാം, പല രീതിയിലുള്ള ഇവൻറ്റ്സ് സംഭവിക്കാം. ഓക്കെ, അപ്പോൾ നല്ല കെയർഫുള്ളായിട്ട് ചെയ്യുന്ന ആഗ്രഹിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വയ്ക്കുക. താങ്ക് യു സോ മച്ച്. ബൈ.